വയനാട് ചൂണ്ടയിലിൽ ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. സഹോദരങ്ങളായ പുത്തൂർ വയൽ കോഴിക്കാരാട്ടിൽ വീട്ടിൽ സുമിൽ ഷാദ്, അജിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നവാസും സുമിൽ ഷാദും തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച ചുണ്ടൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച സുമിൽ ഷാദ് ഓടിച്ച ഥാർ ജീപ്പ് നവാസിന്റെ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നവാസ് മരിക്കുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കൾ പ്രകടിപ്പിച്ച സംശയമാണ് തുടരന്വേഷണത്തിന് കാരണമായത്. റോഡിൽ 100 മീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവുമാണ്. എന്നാൽ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന CCTV-യാണ് വഴിത്തിരിവായത്. CCTV-യിൽ ഥാർ നിർത്തിയിടുന്നതും ഓട്ടോറിക്ഷ വന്നെന്നറിയുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തുപോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സഹോദരങ്ങളെ പോലീസ് പിടികൂടിയത്. അസ്വാഭാവികത തോന്നി ആക്സിഡന്റ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വൈത്തിരിയിലെ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിൽ രണ്ടുപേര് ജ്യേഷ്ഠനും അനിയനും അപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നു. പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിലാണ്. കാലങ്ങളായുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത്. ഓട്ടോറിക്ഷ വരുന്ന സമയം കൃത്യമായി സുബിൽ ഷായ്ക്ക് പറഞ്ഞു കൊടുത്തത് അനുജനാണ്. തുടർന്നാണ് സുബിൽ ഷാ താർ എടുക്കുകയും ഓട്ടോയിൽ മനഃപൂർവ്വം ഇടിക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ സുബിൽ ഷാദിന്റെ ഹോട്ടൽ കഴിഞ്ഞ ദിവസം തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ജനം, വയനാട്.